നമസ്കാരം. അമേരിക്കൻ ഭീഷണിയെ തകർത്ത് ഇന്ത്യ. ചൈനയുടെ വെല്ലുവിളി അവസാനം മോദി ഏറ്റെടുക്കേണ്ടി വരുന്നു. ലോക വ്യാപാര വിപണിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഭീഷണിയെയും ചൈനയുടെ ആധിപത്യത്തെയും ഒക്കെ ഒരേ സമയം നേരിടാൻ ഉറച്ച തീരുമാനങ്ങളുമായിട്ടാണ് 2026 കേന്ദ്ര ബജറ്റ് എത്തിയത്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലാത്തത് ശമ്പളക്കാരെ നിരാശരാക്കുന്നുണ്ട് എങ്കിലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും തൊഴിൽ വിപണിയെയും തകരാതെ കാക്കാൻ അതിശക്തമായിട്ടുള്ള പ്രതിരോധ കോട്ടയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തീർത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ നിയന്ത്രണങ്ങൾ മൂലം തകർച്ചയുടെ വക്കിലായ ഇന്ത്യയുടെ തുണിത്തര തുകൽ മേഖലകളെ കൈപിടിച്ചുയർത്തുവാനും കണ്ടെയ്നർ മേഖലയിൽ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണത്തിൽ ചൈനയോട് നേരിട്ട് ഏറ്റുമുട്ടുവാനും ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ അത് ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായത്. അതായിരുന്നു അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ട്രംപ് പ്രഖ്യാപിച്ച കടുത്ത വ്യാപാര നിയന്ത്രണങ്ങളിലും ഉയർന്ന ഇറക്കുമതി നികുതിയിലും പകച്ചു നിൽക്കുന്ന ഇന്ത്യൻ വിപണിയെ കൈപിടിച്ചുയർത്തുവാൻ 2026 കേന്ദ്ര ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങളുണ്ട് എന്നർത്ഥം. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ തകർക്കുന്ന അമേരിക്കൻ ആഘാതം മറികടക്കുവാൻ ബഹുതല പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ബജറ്റിലെ 4 പ്രധാന പ്രതിരോധ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒന്ന്, സെസ് യൂണിറ്റുകൾക്ക് വൻ ഇളവ് നൽകുന്നു. അപ്പോൾ അതിലൂടെ തൊഴിൽ നഷ്ടം തടയുക എന്ന ലക്ഷ്യം. അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഇന്ത്യയിലെ ഈ സെസ് സംവിധാനമുണ്ട്, അതായത് സ്പെഷ്യൽ ഇക്കണോമിക്സ് സോൺ എന്ന് പറയപ്പെടുന്ന സംവിധാനം. ഈ യൂണിറ്റുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. ഇത് പരിഹരിക്കുവാൻ ഈ യൂണിറ്റുകളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പ്രത്യേക ഇളവുകളോടെ ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ വിൽക്കാൻ സർക്കാർ അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. 31 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന ഈ മേഖലയെ സംരക്ഷിക്കുവാൻ ഈ ഒറ്റത്തവണ ഇളവ് വലിയ സഹായകമാണ്. മറ്റൊന്ന്, തുണിത്തരങ്ങൾക്കും കൈത്തറയ്ക്കും ഉണർവ് വരുത്തുന്ന തരത്തിലുള്ള മെഷീനുകളിൽ മാറ്റാൻ പണം കണ്ടെത്തുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായിട്ടുള്ള ടെക്സ്റ്റൈൽ മേഖല അതിനെ ആധുനികവൽക്കരിക്കുവാൻ പുതിയ സംയോജിത പദ്ധതി പ്രഖ്യാപിച്ചു. പട്ടുനൂൽ, കമ്പിളി തുടങ്ങിയ പ്രകൃതിദത്ത നാരുകളുടെ ഉത്പാദനത്തിനായിട്ട് നാഷണൽ ഫൈബർ സ്കീം നടപ്പിലാക്കാൻ പോകുന്നു. കൂടാതെ പഴയ മെഷീനുകൾ മാറ്റി പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരുവാൻ സാമ്പത്തിക സഹായം അടക്കം, കൂടാതെ ടെസ്റ്റിംഗ് സെന്ററുകളും ഒക്കെ സർക്കാർ ഒരുക്കാൻ പോകുന്നു. ഇനി മറ്റൊന്ന്, കടൽ വിഭവങ്ങൾക്കും തുകൽ ഉൽപ്പന്നങ്ങൾക്കും ഡ്യൂട്ടി ഫ്രീ ആശ്വാസം നൽകാൻ പോകുന്നു. അതായത് കയറ്റുമതിക്കായിട്ട് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി ആ തീരുവയിൽ വലിയ ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. കടൽ വിഭവങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുവാൻ ഇറക്കുമതി ഇളവുണ്ടാകുന്നു. അത് 1% നിന്ന് 3% ഉയർത്താൻ പോകുന്നു. തുകൽ ചെരുപ്പുകൾക്ക് പുറമെ ഷൂ അപ്പർ നിർമ്മാണത്തിലുള്ള സാധനങ്ങൾ ഇനി ഡ്യൂട്ടി ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ കഴിയും. അപ്പോൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുവാനുള്ള സമയപരിധി എന്ന് പറയപ്പെടുന്ന 6 മാസത്തിൽ നിന്ന് 1 വർഷമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി മറ്റൊന്ന്, ചൈനീസ് കുത്തക തകർക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 10,000 കോടിയുടെ കണ്ടെയ്നർ പ്ലാൻ കൊണ്ടുവരുന്നു. ആഗോള വിപണിയിൽ കണ്ടെയ്നറുകൾക്കായിട്ട് വേണ്ടി ചൈനയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുവാൻ 10,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി അത് പ്രഖ്യാപിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ കണ്ടെയ്നർ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ചൈനയുടെ 95% വരുന്ന കുത്തക വിപണിക്ക് പരിക്കേൽപ്പിക്കുവാൻ ഇന്ത്യ സ്വന്തമായിട്ട് കണ്ടെയ്നറുകൾ നിർമ്മിച്ചു തുടങ്ങാൻ പോകുന്നു. ചുരുക്കത്തിൽ ആഗോള വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യൻ കമ്പനികൾ തകരാതിരിക്കുവാനും ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുവാനുമുള്ള കരുതലോടെയുള്ള നീക്കമാണ് ധനമന്ത്രി ഇതിലൂടെ ബജറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കളി ഇനി ഇന്ത്യയോട് വേണ്ട. അമേരിക്കൻ ഭീഷണിയെ തകർക്കാൻ പോകുന്ന കരുത്തും ചൈനയുടെ വെല്ലുവിളി ഏറ്റെടുക്കുവാനുള്ള മനസ്സും അത് ഇന്ത്യക്കുണ്ട്, ഇന്ത്യൻ ജനതയ്ക്കുണ്ട്, മറക്കരുത്.